ഹായ് ഡിയേഴ്സ്, ഹലോ എല്ലാവർക്കും. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ഷോർട്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എനിക്ക് വോയിസ് ഓവർ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് മടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചെയ്യാത്തത്. ഞാൻ എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ PSC പഠിക്കുന്നതിൽ ഞാൻ പറഞ്ഞു തരാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ PSC പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ആദ്യം നിങ്ങൾ കണ്ടതായ അതായത് ആ കോഴ്സിൽ പറയുന്നതായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമ്മുടെ PSC പഠനത്തിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് നമ്മൾ പറയില്ല. നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ PSC പഠനത്തിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു കാര്യമാണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മൾ 10 വർഷം പഠിച്ചിട്ടും എത്ര വർഷം പഠിച്ചാലും നമുക്ക് അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഒരു വർഷം പഠിച്ചാൽ നമുക്ക് ജോലിയിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായി, നമുക്ക് നല്ല ജോലി ലഭിച്ച് നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു വർഷം കൊണ്ട് ഞാൻ പഠിച്ച് ജോലി കയറി. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും അതെങ്ങനെയാണ് പറ്റുന്നത്. അതൊക്കെ പറ്റും, കാരണം അവർ കൺസിസ്റ്റൻ്റായിട്ട് കുറച്ച് സമയം അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പം എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് കൺസിസ്റ്റൻസി വളരെ കുറവാണ്. ഒരു ദിവസം പഠിച്ചാൽ പിന്നെ കുറച്ച് ദിവസം പഠിച്ചാൽ പിന്നെ എനിക്ക് ബ്രേക്ക് വരും, പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ബ്രേക്ക് റീസ്റ്റാർട്ട് എന്നുള്ള ആ ഒരു രീതിയിലാണ് എൻ്റെ പഠനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ലൊരു റിസൾട്ട്, അങ്ങനെയല്ല ഇപ്പം കുറച്ച് നാളായി പഠനം തുടങ്ങിയിട്ട് ഒരു പരിപൂർണമായൊരു റിസൾട്ടിലോട്ട് എത്താൻ പറ്റാത്തത് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഒരു മണിക്കൂർ കുറവാണല്ല ഞാൻ പറഞ്ഞത്, ഒട്ടും പറ്റാത്ത ദിവസങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂറെങ്കിലും നമ്മൾ പഠനത്തിനായിട്ട് മാറ്റി വയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ വേഗത്തിൽ നല്ലൊരു റിസൾട്ട് ലഭിച്ച് നമുക്കൊരു ജോലിയിലൊക്കെ പ്രവേശിക്കാൻ കഴിയുള്ളൂ. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ മുന്നിൽ വരുന്നതായാലും അത് നെഗറ്റീവ്സ് ഒരുപാട് നമ്മളെ മുന്നിലുണ്ട്. പക്ഷേ അതൊന്നും നമ്മളത് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ജോലി ലഭിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ ഒരുപാട് പേർക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ എല്ലാ ദിവസവും നോൺ GK പാർട്സ് അതിനുവേണ്ടി ഒരു അരമണിക്കൂറൊക്കെ കൊടുക്കുക. നോൺ GK പാർട്സ് നമുക്കറിയാലോ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനും